ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മസാല ദോശയ്ക്കകത്ത് വെക്കുന്ന ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 2 സവാളയാണ് വഴറ്റിയത്. ഇനി നമുക്ക് 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ഉള്ളിയും അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ വെള്ളം വറ്റി വരണം. നല്ലതുപോലെ ഉടച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയില അതിലേക്ക് ഇടാം. എരിവ് വേണ്ടുന്നവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയതായി ഇതുപോണം കുഴഞ്ഞു വരണം. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടുന്ന ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് മല്ലിയില ഇതെല്ലാം മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കടുക് താളിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അങ്ങനെ വെള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് മാറ്റി വെക്കാം. ദോശയ്ക്കകത്ത് വെക്കുന്ന ഫില്ലിങ്ങും തയ്യാറായിരിപ്പുണ്ട്. ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ദോശയ്ക്ക് ഉഴുന്നും പച്ചരിയും കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറായതാണ്. ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയ്ക്ക് മാവ് പൊന്തി വരത്തില്ല. കുറച്ച് ചൂടുവെള്ളം അതിലൊഴിച്ചിട്ടാണ് അതിലിറക്കി വെക്കുന്നത്. പെട്ടെന്ന് റെഡിയായി കിട്ടും. മസാല ദോശയ്ക്കുള്ള കറികളും എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി മാവ് അരച്ച് വെച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നീട് ഇടാം. അരച്ച് വെച്ചിരിക്കുകയാണ്. ഉഴുന്നുവട ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ദോശ കോരി ഒഴിച്ച് ചുടാം. ദോശ ഒഴിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ചെടുക്കണം. നല്ലതുപോലെ മൊരിഞ്ഞ് വരും. ചെറിയ തീയിലായിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ് ദോശയുടെ നടുവിൽ വെക്കാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ്. നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റിയതാണ്. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. മാവ് കട്ടി കുറച്ച് കലക്കിയെടുക്കണം ഈ ദോശയ്ക്ക്. അങ്ങനെ നമ്മുടെ ഒരു ദോശ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡിയായിരിക്കുകയാണ്. വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ദോശയുടെ മാവുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ. റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു.